ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ചാപ്റ്റർ 2 ലെൻസസിൻ്റെ ലെറ്റസ് എസസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ഈ ഒരു സ്ലൈഡിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സൈൻ കൺവെൻഷൻസ് ആണ്. അതായത് കോൺകേവും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റ്സ്, അവർക്കൊക്കെ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് സൈൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടും ഹൈറ്റിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒറിജിൻ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം, ഇവിടെയാണ് നമ്മൾ ഒരു ലെൻസ് വെക്കുന്നത് ഉള്ളത്. അപ്പോൾ ഇവിടെ ലെൻസ് വെക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒറിജിൻ പോയിന്റ് ആ ലെൻസിൻ്റെ എന്തായിരിക്കും, ഒപ്റ്റിക് സെൻറ്ററാണ്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നുള്ള ഇവിടേക്കും അതുപോലെ തന്നെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇത് പറയുന്നതാണ് നെഗറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഒബ്ജക്റ്റ് ഇവിടെ വെച്ചതുകൊണ്ട് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാം, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് ഇവിടെ ഫോം ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. സോ നമുക്ക് ആ ഇമേജിൻ്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസിന് നമുക്ക് പോസിറ്റീവ് എന്ന് എഴുതാം. പക്ഷേ വേറെയും കുറച്ച് കേസസ് ഉണ്ട് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ. വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ച്, ഇപ്പോൾ ഇവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ഇമേജും ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, ആ പറയുന്ന ഇമേജിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവായിട്ട് എഴുതും. അപ്പോൾ ഈ ഒരു കൺവെൻഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും എല്ലാം എഴുതാനായിട്ട്. Question: The focal length of a convex lens is 20 cm. An object of height 3 cm is located at a distance of 60 cm from its optic center on the optic axis. Calculate the height of the image. അതായത് നമുക്കിവിടെ ഫോക്കൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ. നമ്മൾ കൺവെൻഷനിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ നമുക്കത് പോസിറ്റീവ് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എഴുതാം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റിൻ്റെ. ദെൻ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ 60 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൺവെൻഷൻ ഓർക്കുക. കൺവെൻഷനിൽ നമ്മൾ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക, ആ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സൈഡിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ യു എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് 60 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കുക. ലെൻസ് ഫോർമുല യൂസ് ചെയ്യുക. 1/f = 1/v - 1/u. അപ്പോൾ അതിൽ എഫും അറിയാം യു അറിയാം, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/20 = 1/v - 1/-60. അപ്പോൾ ഇതെന്താണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ്, അപ്പോൾ ഓൾറെഡി ഇത് 1/v + 1/60 എന്നാവും. അപ്പോൾ 1/20 - 1/60 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 20 × 3 1 × 3 എന്ന് ചെയ്തു. അപ്പോൾ 20 × 3 എന്ന് പറയുമ്പോൾ 60 കിട്ടി. 1 × 3 3. അപ്പോൾ 3 - 1/60 = 2/60. അപ്പോൾ ഇത് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1 ഇവിടെ 2 30 എന്ന് വരും. അപ്പോൾ 1/30 എന്ന് പറയുമ്പോൾ വിൻ്റെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് v/u എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഗിവൺ വാല്യൂസ് ആണ്, ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിസ്റ്റൻസ് -60, അതുപോലെ തന്നെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചൊരു ആൻസർ ആയിരുന്നു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഫോർമുല യൂസ് ചെയ്യുക, v/u എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 30 ബൈ ഇവിടുത്തെ യുവിൻ്റെ വാല്യൂ -60,
60 അപ്പോൾ ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, മാഗ്നിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾക്ക് ഗിവൺ ഡാറ്റയാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുമ്പോൾ എം ഇൻറ്റു, അതായത് മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചെയ്യാം. അതായത് -1/2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ -1.5 സെൻറ്റിമീറ്റർ ആണ് ഈ പറയുന്ന ഇമേജിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇമേജ് ഫോർമേഷൻ, റിയൽ ഇമേജ് ആണ് ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ്. പിന്നെയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതവിടെ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെൻറ്റിമീറ്റർ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ away from the lens. Calculate how far the screen should be placed to get a clear image. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ എന്നാണ്. പിന്നെ അതിലൊരു 30 സെൻറ്റിമീറ്റർ മാറി ഒബ്ജക്റ്റ് വെക്കുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ എന്താണ് ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്താൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ എന്താണ് അസ്യൂം ചെയ്യുക, ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, കാരണം നമ്മൾ എന്താണ് കോൺവെക്സ് ലെൻസ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. ദെൻ യു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് -30 സെൻറ്റിമീറ്റർ ആസ് പെർ ദി കൺവെൻഷൻ നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പം ലെൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് 1/20 ഈക്വൽ ടു 1/v മൈനസ് 1/-30 യുവിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് രണ്ട് മൈനസും കൂടി ഇവിടെ പോസിറ്റീവ് ആയപ്പോൾ 1/v പ്ലസ് 1/30. 1/v ഈക്വൽ ടു 1/20 മൈനസ് 1/30 എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ ഇവിടെ നമ്മൾ *3 എന്ന് ചെയ്യുന്നു, ഇവിടെ *2 എന്ന് ചെയ്യുന്നു. സോ 3 - 2/60 ഈക്വൽ ടു 1/60. അപ്പോൾ ഇവിടെ v ഈക്വൽ ടു എന്താ കിട്ടുന്നത്, 60 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, അതിനർത്ഥം എന്താണ്, നമുക്ക് 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ലെൻസിൽ ക്ലിയർ ഇമേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു സ്ക്രീൻ വെച്ചാൽ ക്ലിയർ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്ത് ലെൻസ് ആണെന്ന് മനസ്സിലായി, കോൺവെക്സ് ലെൻസ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് കറക്റ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസ് അസ്യൂം ചെയ്തു ആൻഡ് ഇവിടെ ഒരു 20 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, 30 സെൻറ്റിമീറ്ററിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ അത് 2Fൻ്റെയും Fൻ്റെയും നടുവിലായിട്ട് വരും. 2Fൻ്റെയും Fൻ്റെയും നടുവിലാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് 2Fലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാലായിട്ട്, അതായത് 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീൻ വെച്ചാലായിട്ട് ക്ലിയർ ഇമേജ് കിട്ടും എന്നാണ് പറഞ്ഞത്. സോ ക്ലിയർ ഇമേജ് കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് റേസ് കൂടി മീറ്റ് ചെയ്ത് ഇവിടെ ഒരു റിയൽ ഇമേജ് ആയിരിക്കും അവിടെ ഇപ്പോൾ ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അതായത് സ്ക്രീൻ പ്ലേസ് ചെയ്യേണ്ട സ്ഥലം 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 1.2 സെൻറ്റിമീറ്റർ, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് അപ്പിയറിംഗ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 1.2 ആണെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1.2 സെൻറ്റിമീറ്റർ. ദെൻ യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് -30യും വി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ആദ്യം മാഗ്നിഫിക്കേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. v/u എന്ന് പറയുമ്പോൾ 60/-30 ഈക്വൽ ടു -2 എന്നാണ് മാഗ്നിഫിക്കേഷൻ വരുന്നത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ -2.4 എന്നുള്ള ഹൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു -2.4 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. Question, the focal length of a convex lens is 100 mm
an object of height 15 millimeter is located 60 millimeter from the optic center on its optic axis. Draw its ray diagram on a graph paper and find the position and height of the image. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 100 millimeter. ദെൻ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 50 millimeter എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 millimeter. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ -60 millimeter എന്ന് എഴുതണം. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇമേജിൻ്റെ പൊസിഷനും ഹൈറ്റും കണ്ടുപിടിക്കാനായിട്ടാണ്. ദെൻ അതിൻ്റെ ഒരു റേ ഡയഗ്രാമും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ലെൻസ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. 1/f = 1/v - 1/u. അതിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 100 millimeter ആണ്. ദെൻ 1/v - 1/- 60. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും. 1/v + 1/60 എന്ന് കിട്ടും. ദെൻ 1/v എന്ന് പറയുമ്പോൾ 1/100 - 1/60 ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മളിവിടെ ×100 × 10 × 10 എന്ന് ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ 6 വെച്ചിട്ടും ഇൻറ്റു ചെയ്തു. അപ്പോൾ 6 - 10 / 600 എന്ന് കിട്ടി. ദാറ്റ് ഈസ് -4/600. നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 150 എന്ന് കിട്ടും. ദെൻ ഇവിടെ 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വിൻ്റെ വാല്യൂ -150 millimeter എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ ഒബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഇമേജിൻ്റെ ഡിസ്റ്റൻസും ഇവിടെ എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? നെഗറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് വെച്ച സ്ഥലത്ത് തന്നെയാണ് ഇമേജും ഫോം ആയിരിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്, വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെ കണ്ടീഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് 100 mm ആണ്, അതിൽ 60 mm വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഫോക്കൽ ലെങ്ത് 100 ഇതാണെന്നുണ്ടെങ്കിൽ 60 mm എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെയും ലെൻസിൻ്റെയും നടുവിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെ കണ്ടീഷനാണിത്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടി? -150 millimeter എന്ന ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഇമേജും ഒരേ സ്ഥലത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്, ഇമേജിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇമേജും ഒബ്ജക്റ്റും സെയിം സൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 millimeter എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ കണ്ടുപിടിച്ചു, ഇനി ഹൈറ്റ്. ഹൈറ്റ് നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് m കണ്ടുപിടിക്കാം. അപ്പോൾ 150 - 150 / -60. ഇവ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് 2.5 എന്ന് കിട്ടും. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 15 mm ഹൈറ്റ് അല്ലേ, അപ്പോൾ 15 × 2.5 എന്ന് ചെയ്യുമ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് 37.5 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വെർച്വൽ അപ്രൈറ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഹൈറ്റ് 37.5 mm. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഈസ് 20 millimeter. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 ആണ് തന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഫോക്കൽ ലെങ്ത് 100 millimeter ആണ്. നേരത്തെ 60 ആയിരുന്നു, ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -20 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ആദ്യം ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 1/f = 1/v - 1/u. ഇതിൽ എഫിൻ്റെ വിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ 100, വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യുവിൻ്റെ വാല്യൂ -20. ഓക്കെ, അപ്പോൾ 1/v = 1/100 - 1/20 എന്ന് കിട്ടി. ദെൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ചെയ്തു. അപ്പോൾ 1/100 - 5/100 എന്ന്. അപ്പോൾ 1 - 5 എന്ന് പറയുമ്പോൾ -4/100 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം
ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് -25 mm. അപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്, ഒരു വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെ ഡിസ്റ്റൻസ് തന്നെയാണ്. കാരണം എന്താണ്, ഇവിടെ യു എന്ന് പറയുന്നത് -20 mm ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടി വി ഈക്വൽ ടു -25 mm എന്ന്. അപ്പോൾ ഒബ്ജക്റ്റും ഇമേജും സെയിം സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ V/U ഈക്വൽ ടു, അപ്പോൾ -25 ഡിവൈഡ് ബൈ -20, അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ 1.25 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ആൻസർ. Question: 4 statements are given regarding the image formed by a concave lens. Find and choose the correct answer. Okay. അപ്പോൾ നമുക്ക് കോൺകേവ് ലെൻസിലെ ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഡിമിനിഷ്ഡും വെർച്വൽ ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. മൂന്നാമത്തത് മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. നാലാമത്തത് ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ് എന്നാണ്. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുള്ളത്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ട്രൂ ആണെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രൂ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. നാലാമത്തത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ട്രൂ ആണ്. നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, വെർച്വൽ ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും, പിന്നെ പറയുന്നത് എന്താണ്, ഇറക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. ബാക്കിയുള്ള മാഗ്നിഫൈഡും ഇൻവേർട്ടഡ്, റിയൽ ഇമേജ് എന്നൊക്കെ പറയുന്നത് കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് എന്നുള്ളതും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ് എന്നുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ എന്ന് പറയാം. Okay, second statement and fourth statements are. Question: a concave lens has focal length of 50 cm. What will be its power? അപ്പോൾ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, പവർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ +2 ഡയോപ്റ്റർ, ബി +0.5 ഡയോപ്റ്റർ, ആൻഡ് സി -2 ഡയോപ്റ്റർ, ഡി -0.5 ഡയോപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -2 ഡയോപ്റ്റർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഫോക്കൽ ലെങ്ത്തിനെ സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഫ് -50 എന്നെടുക്കണം. നമ്മൾ നേരത്തെ കൺവെൻഷൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, -0.50 മീറ്റർ എന്ന് കിട്ടും. ദെൻ നമ്മൾ പവറിൻ്റെ ഫോർമുലയായ 1/f ഈ എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1/0.50 എന്ന് പറയുമ്പോൾ -2 ഡയോപ്റ്റർ എന്ന് ആൻസർ കിട്ടും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു എ ടെലസ്കോപ്പ്. അപ്പോൾ ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്തും ഐ പീസ് ലെൻസിന് ലോങ്ങർ ഫോക്കൽ ലെങ്ത്തും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന് ലോങ്ങർ ഫോക്കൽ ലെങ്ത്തും ഐ പീസിന് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്തും ആണ്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവും ഐ പീസ് ലെൻസും കോൺകേവ് ലെൻസസ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഒബ്ജക്റ്റീവ് ലെൻസ് കോൺകേവ് ലെൻസും ഐ പീസ് ലെൻസ് കോൺവെക്സും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെലസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസസ് ആണ്. അതും ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് രണ്ടും എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന രണ്ട് ഓപ്ഷൻസും അല്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന് ലോങ്ങർ ഫോക്കൽ ലെങ്ത്തും ഐ പീസ് ലെൻസിന് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്തും ആണ്. Question: an object is placed in front of a lens. The image formed is inverted. Okay. Is it real or virtual image? അതായത് ഒരു ലെൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻവേർട്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ ഉണ്ടാവുന്ന
ഇമേജസ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ഇമേജ് ആണെന്ന് അറിയണം, ഒരു റിയൽ ഇമേജ് ആണ് എന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ഓഫ് ദിസ് ഒബ്റ്റൈൻഡ് ഇമേജ് ടു ബി റിയൽ, ഇറക്റ്റ് ആൻഡ് ഓഫ് ദ സെയിം സൈസ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ, ഇറക്റ്റ് ആൻഡ് സെയിം സൈസ് ഉള്ള ഒരു ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തിയറി പോർഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ 2F ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള അതേ 2F തന്നെ നമുക്ക് റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിയൽ, ഇറക്റ്റും സെയിം സൈസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഇൻവേർട്ടഡ്, റിയൽ, സെയിം സൈസ് ഇമേജ് ഫോം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെക്കാം. ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെക്കുമ്പോൾ ഓൾറെഡി ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പോൾ അത് വീണ്ടും ഇൻവേർട്ട് ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ റിയൽ, ഇറക്റ്റ് ആൻഡ് സെയിം സൈസിലുള്ളൊരു ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടും. Question: when an object is placed at the principal focus of a lens, an image that is erect and diminished is obtained. What kind of a lens is this? അതായത് നമ്മൾ ഒരു ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റും ഡെമിനിഷ്ഡും ആണ്. അപ്പോൾ അതെന്ത് ടൈപ്പ് ലെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇറക്റ്റ്, ഡെമിനിഷ്ഡ്, വെർച്വൽ ടൈപ്പ് ഇമേജ് ഫോർമേഷൻ ഏതിൽ മാത്രം ഉണ്ടാവുന്നത്, നമ്മുടെ കോൺകേവ് ലെൻസസിലാണ് മേജർലി ഉണ്ടാവുന്നത്. കാരണം കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഒരു എന്താ പറയുക, ഒരു ഫാക്റ്റ് അല്ല. കോൺകേവ് ലെൻസ് എപ്പോഴും എന്താണ്, ഇറക്റ്റ്, ഡെമിനിഷ്ഡ് ആൻഡ് വെർച്വൽ ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോൺകേവ് ലെൻസ്, അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിലൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, ദെൻ അതിൻ്റെ ഒരു ഡിമിനിഷ്ഡ്, ഇറക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ദ ഇമേജ് ഒബ്റ്റെയിൻഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് in front of a lens is depicted. If PQ is a lens in the figure, what type of a lens does PQ represent? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് PQ എന്ന് പറയുന്ന ഒരു ലെൻസാണ്. ഇവിടെ IM എന്ന് പറയുന്ന ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ PQ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ലെൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം, ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. ഇപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. സോ ഇത് എന്ത് ലെൻസാണ്, കോൺകേവ് ലെൻസാണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, കൺവേർജിങ് ലെൻസാണ്. അപ്പോൾ അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിഫ്രാക്റ്റ് ആയി വന്ന് ഇവിടുത്തെ ഒരു പോയിന്റിൽ ആയിരിക്കും ആ എല്ലാ റേസും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇങ്ങനെ ഫോം ആവും. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ബിയോണ്ട് 2Fലാണ്. അപ്പോൾ നമ്മൾ തിയറി പാർട്ട് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, 2Fൻ്റെയും Fൻ്റെയും നടുവിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് ബിയോണ്ട് 2Fൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2Fൻ്റെയും Fൻ്റെയും നടുവിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് അപ്പോഴാണ് ഇവിടെ ഇമേജിൻ്റെ ഫോർമേഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമേജ് വെച്ച് കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ ഇമേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഗ്രേറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ: മാച്ച് ദ ഐറ്റംസ് ഇൻ ദ കോളംസ് A, B and C അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് ലെൻസ്, റിയൽ ഇമേജ്, പിന്നെ ഒരു ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട്. ബിയിൽ 1/f ഇൻവേർട്ടഡ് ഇമേജ്, HI/HO erect image. Height of the image will be negative V/U. Height of the image positive diopter എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് മാച്ച് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ടേബിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബി പാർട്ടിൽ മാഗ്നിഫിക്കേഷനുമായി ബന്ധമുള്ളത് ഏതാണ്, ഇതാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്.
ആൻഡ് ഇവിടെ സിയിൽ V/U എന്നും. പവർ ഓഫ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല 1/f ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡയോപ്റ്റർ. ദെൻ റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടത് ഇൻവേർട്ടഡ് ഇമേജ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഹൈറ്റ് നെഗറ്റീവ്. ഓക്കെ. ദെൻ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. ബാക്കിയുള്ളത് ഇറക്റ്റ് ഇമേജും ഹൈറ്റ് പോസിറ്റീവും. അപ്പോൾ ഹൈറ്റ് പോസിറ്റീവ് ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെർച്വൽ ഇമേജ്, കോൺകേവ് ലെൻസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.